സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു LDC ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഖാദി ബോർഡിലേക്കായിട്ട് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 12/2019. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. പെരിയാർ. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാടാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇത് പറഞ്ഞത് ആര്? സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത്. കേരളത്തിലെ ആദ്യത്തെ പത്രം. കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ്. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതായിരുന്നു? രാജ്യസമാചാരം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്ന്? ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷം ഏതാണ്? 1920 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ്? ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. മഹാനദി. ലക്ഷദ്വീപിന്റെ ആസ്ഥാനം കവരത്തി. ലക്ഷദ്വീപിന്റെ ആസ്ഥാനം കവരത്തി. 9ാമത്തെ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? സോവിയറ്റ് യൂണിയന്റേതാണ്. സോവിയറ്റ് യൂണിയൻ. ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം 1526. ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം ഏതാണ്? 1526. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ്. സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നത്. സമുദ്രഗുപ്തൻ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ബാലഗംഗാധര തിലകനെ കുറിച്ചുള്ളതാണ്. ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകൻ. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നുമാണ്? ആനന്ദമഠത്തിൽ നിന്നുമാണ്. ഓപ്ഷൻ ഡി ആനന്ദമഠം. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വാക്താക്കളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വാക്താക്കളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? വീരേശലിംഗമാണ്. വീരേശലിംഗം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ ആരാണ് രചിച്ചത്? വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. ഓപ്ഷൻ ഡി അംശി നാരായണ പിള്ള. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാമത്തെ ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങൾ. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂറാണ്. 24 മണിക്കൂർ. പാർലമെന്റ് വന സംരക്ഷണ നിയമം പാസാക്കിയത്. പാർലമെന്റ് വന സംരക്ഷണ നിയമം പാസാക്കിയത് 1972 1972. ലോക വനിതാ ദിനം. ലോക വനിതാ ദിനം മാർച്ച് 8 മാർച്ച് 8 ലോക വനിതാ ദിനം.
റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം. പുതിയ 500 രൂപ നോട്ടിൽ ഏത് ചിത്രമാണ്? ചെങ്കോട്ടയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചെങ്കോട്ട. 2020 ഒളിമ്പിക്സ് വേദി. 2020 ഒളിമ്പിക്സ് വേദി ടോക്കിയോ. 2017 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയൻ KJ യേശുദാസ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, KJ യേശുദാസ്. PSLV 37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചത്. PSLV 37 104 ഉപഗ്രഹങ്ങളുമായിട്ട് ബഹിരാകാശത്തേക്ക് കുതിച്ചത് 2017 ഫെബ്രുവരി 15-നാണ്. 2017 ഫെബ്രുവരി 15. സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം. സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്തത് ഗുസ്തിയാണ്, ഗുസ്തി. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു. കേരളത്തിൽ ആനകൾക്കായിട്ടുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ആനകൾക്കായിട്ടുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട. ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം. ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789-ലാണ്. 1789. ഏത് രാജ്യത്തിന്റെ പതാകയിലാണ് 50 നക്ഷത്രങ്ങൾ ഉള്ളത്? US-ന്റെ പതാകയിലാണ് 50 നക്ഷത്രങ്ങൾ ഉള്ളത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. ലോകസഭയിലെ 0 അവറിന്റെ ദൈർഘ്യം അരമണിക്കൂർ. ലോകസഭയിലെ 0 അവറിന്റെ ദൈർഘ്യം അരമണിക്കൂർ. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഫാസിസത്തിന്റെ വാക്താവ്. ഫാസിസത്തിന്റെ വാക്താവ് മുസോളിനിയാണ്. മുസോളിനി. കേരളത്തിലെ മഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. കേരളത്തിലെ മഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം. ISRO സ്ഥാപിതമായത്. ISRO സ്ഥാപിതമായത് 1969-ലാണ്. 1969-ലാണ് ISRO സ്ഥാപിതമായത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? വിക്രം സാരാഭായ് ആണ്. വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. 42 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ സഹായിയായ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ സഹായിയായി സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആരാണ്? VP മേനോൻ ആണ്. VP മേനോൻ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ഡച്ച് ആണ്. ഡച്ച്. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാറാണ്. ചിന്നാർ.
ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഭാരതരത്നമാണ്. ഭാരതരത്നം സിവിലിയൻ പുരസ്കാരം. കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. കേരള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. വി ശിവൻകുട്ടി. ബംഗാൾ വിഭജനം നടത്തിയത്. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭു. ഇനി വരുന്നത് മാത്സ് ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് മാത്സ് ചോദ്യങ്ങൾക്ക് മുമ്പ് ഇംഗ്ലീഷും മലയാളവും നോക്കാം. അവസാന ഭാഗത്ത് മാത്സ് ഡിസ്കസ് ചെയ്യാം. The comparative form of little is. The comparative form of little is less ആണ്. Less. Find out the word which best express the meaning of the given word extricate. Option C, free. Find out the correctly spelled word ambiguity. Option C ആണ് correctly spelled word ambiguity. I cannot dash his behavior. I cannot put up with his behavior. A group of animals of the same type that live and feed together is known as herd. Report the following sentence. Raju says, I am a farmer. Option C, Raju says that he is a farmer. If Sachin had played, they would have won. Happiness consists largely dash contentment. In. Option C, in. Nobody wants to be poor. Its question tag is nobody wants to be poor. Question tag, do they? Who is misogynist? Option B ആണ് ഉത്തരം. A man who hates women. Belladonna means a pretty woman. Belladonna, a pretty woman. Manu showed no sympathy towards the poor. His attitude was full of antipathy. Replace the word in italics with one word. The cross was made scared by the death of Jesus on it. Made scared. Sanctified. Option B, sanctified. Hang together means work in union. The synonym of remorse is regret. Peter posted the letter. Change the voice of the verb. The letter was posted by Peter. Neither Susan nor Tom dash available. Neither Susan nor Tom is available. Which of the following sentence is wrong? Option A ആണ് wrong ആയിട്ടുള്ളത്. One of the students write the examination. You had better consult a doctor. We dash here for an hour. We have been waiting here for an hour. മലയാളം ചോദ്യങ്ങളാണ് വരുന്നത്. രാമനാൽ എന്നത് ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ്? പ്രയോജിക. രാമനാൽ. വില് പ്ലസ് തു വിറ്റു ഏത് സന്ധിയാണ്? ആദേശസന്ധി. 93 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ശരിയായ പദം ഏത്? അനർഘം. ഓപ്ഷൻ ബി, അനർഘം. അർത്ഥം എഴുതുക. ഉടജം എന്ന പദത്തിന് അർത്ഥം ഏത്? ആശ്രമം. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം ആരുടേതാണ്? എം മുകുന്ദൻ. ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കെ ശ്രീകുമാർ. സാറ തോമസിന്റെ ഏത് നോവലിലാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? നാർമടിപ്പുടവ. കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുക. ഗീവ് ദ സ്ലിപ്പ്. ഭരതവാക്യം. ദ എൻഡ്.
അടുത്തത് നോക്കുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 51ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 5. 52 ഓപ്ഷൻ സി 345.96. 180ൻ്റെ എത്ര ശതമാനമാണ് 45? 25. ഒരു സമാന്തര ശ്രേണിയിൽ മൂന്നാം പദം 120, ഏഴാം പദം 144 എങ്കിൽ അഞ്ചാം പദം? ഓപ്ഷൻ ബി 132. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം 14 വയസ്സാണ്. ക്ലാസ് അധ്യാപകന്റെ പ്രായവും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി പ്രായം 15 ആയാൽ ക്ലാസ് അധ്യാപകന്റെ പ്രായം എത്ര? ഓപ്ഷൻ ഡി 45. ഒരേ ഇനത്തിൽപ്പെട്ട 44 സാധനങ്ങൾ വിറ്റപ്പോൾ ലാഭമായി കിട്ടിയത് 11 സാധനങ്ങളുടെ മുടക്കുമുതലാണ്. ലാഭശതമാനം 25%. 57ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 26:19:13. 58. 220 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിയുടെ വേഗത 36 km/മണിക്കൂർ ആകുന്നു. ഒരു ടെലിഫോൺ തൂൺ കടക്കുന്നതിന് ഈ തീവണ്ടി എടുക്കുന്ന സമയം? ഓപ്ഷൻ ഡി 22 സെക്കൻഡ്. 59 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 60. 12.5% വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 200 രൂപ ആയാൽ മുതൽ 12,800 രൂപ. 61ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 25. 62 ഉത്തരം ഓപ്ഷൻ സി ആണ് 142. 63 ഓപ്ഷൻ ഡി 23. 64 വിട്ടുപോയത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 9:1. ഒറ്റയാനെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം TSR. ഒരാൾ നേരെ കിഴക്കോട്ട് 6 മീറ്ററും അവിടെ നിന്ന് ഇടത്തോട്ട് 4 മീറ്ററും വീണ്ടും വലത്തോട്ട് 2 മീറ്ററും സഞ്ചരിക്കുന്നു. ഇപ്പോൾ അയാളുടെ ദിശ കിഴക്ക്. 67 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 73. 68ാമത്തെ ചോദ്യം ബിയുടെ അമ്മ എയുടെ അമ്മയുടെ മകൾ ആണെങ്കിൽ എ എങ്ങനെ ബിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമ്മ വഴിയുള്ള അമ്മാവൻ. 2017 ജനുവരി 26 വ്യാഴാഴ്ചയായാൽ 2018 ജനുവരി 26 ഏത് ദിവസമാണ്? ഓപ്ഷൻ ബി വെള്ളി. കൃത്യം 8:20 ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഇടയിലുള്ള കോൺ അളവ് എത്ര? ഓപ്ഷൻ എ ആണ് ഉത്തരം 130 ഡിഗ്രി. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനോട് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.